മാതൃഭൂമിയിലെ വേണുവിന് വേണ്ടി, വേണുവിന്റെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. ഒരുപക്ഷെ വലിയ വലിയ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല വിഷയങ്ങളും ഇതുപോലുള്ള ചെറിയ വീഡിയോയിലൂടെ തന്നെയാണ് പങ്കുവച്ചിട്ടുള്ളത്. എന്നാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഉന്നതങ്ങളിലിരിക്കുന്നവരും അതിൻ്റെതായ ഗൗരവത്തോട് തന്നെ എടുത്തിട്ടുമുണ്ട്, അതിന്റെ നടപടി സ്വീകരിച്ചിട്ടുമുണ്ട്. ഇതും വേണുവിന്റെ ശ്രദ്ധയിലെത്തുമെന്ന് പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെ പറയുകയാണ്. ഇത് വേണുവിന് വേണ്ടി മാത്രമാണ്. നമ്മുടെ ഈ പ്രതികരണം ഒരുപക്ഷെ കേരളത്തിലെ ഈ ഭാഷാ പരിഷ്കാരികളും അതുപോലെ തന്നെ സാംസ്കാരിക നായകന്മാർക്കും അരോചകമുണ്ടായെന്ന് വരാം. പക്ഷെ എനിക്ക് വേറെ നിർവാഹമില്ല. ഞാനൊരു പച്ചയായ മനുഷ്യനാണ്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്റേതായ ഭാഷയിൽ തന്നെ ഞാൻ പറയും. ഞാൻ ജനത്തിന്റെ ഒരു പ്രതിനിധിയായിട്ട് മാത്രമാണ് ഇന്നുവരെ സംസാരിച്ചിട്ടുള്ളത്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. ഞാൻ ജനത്തിന്റെ ഒരു ഭാഗമാണ്. എനിക്കൊരു സ്വാമിയുടെയും ഒരു പുണ്യവാളന്റെയും ഒരു രീതിയിലുള്ള ഒരു അംഗീകാരവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ, നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയണം. ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടുക, സന്തോഷം വന്നാൽ സന്തോഷിക്കുക, ദുഃഖം വന്നാൽ ദുഃഖിക്കുക. അത് നമ്മളുടെ മുഖത്തും മനസ്സിലുമൊക്കെ അത് പ്രകടമാവും. അല്ലാതെ ഇപ്പം ഈ മാധ്യമങ്ങളെ സുഖിപ്പിച്ച് ഒരുപാട് രാഷ്ട്രീയക്കാർ നിൽക്കുന്നുണ്ട്. അവർക്ക് പല കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അവർക്ക് അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമായിട്ട് അവർക്ക് പറയാൻ സാധിക്കുന്നില്ല. പല ഉന്നത ഉദ്യോഗസ്ഥർ എന്നോട് സംസാരിച്ചു. അവർക്ക് പറയണമെന്നുണ്ട്, പക്ഷെ അവർക്ക് പറയാൻ സാധിക്കുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പറയാനുള്ളത് ഞാൻ പറയും. ഇത് വേണു മനസ്സിലാക്കണം. വേണുവിനോട് ഓരോ ഭാരത ദർശനങ്ങളും അല്ലെങ്കിൽ ഭാരതീയമായിട്ടുള്ള മൂല്യങ്ങളെ ഇന്നും കെടാതെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ദേശസ്നേഹമുള്ളവർ എങ്ങനെയാണ് വേണുവിനോട് പ്രതികരിക്കുക എന്നത്, അല്ലെങ്കിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വേണു അറിയണം. വേണുവിന്റെ ഇന്നലത്തെ പ്രസ്താവന നാം കണ്ടു, നമ്മളെല്ലാവരും കണ്ടു. കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവിയായ ഒരു വ്യക്തി പോലും അതിശയപ്പെട്ടു പോയി. കാരണം സ്വന്തം രാജ്യത്തെ സൈനികരെ എപ്രകാരമാണ് രാജ്യം തന്നെ കൊല്ലുക, അങ്ങനെ അത്രയും മാത്രം വിധത്തിൽ കൊന്നുകൊണ്ട് ഒരു പാകിസ്ഥാനെ ഭീകര രാഷ്ട്രമായി ചിത്രീകരിപ്പിക്കേണ്ട ഒരവസ്ഥയിൽ രാജ്യം എത്തിയിട്ടില്ല. അത്ര അധപ്പതിച്ചിട്ടില്ല നമ്മുടെ രാജ്യമെന്ന് അദ്ദേഹം പോലും പറഞ്ഞു. നിങ്ങൾ പറഞ്ഞത് നമ്മൾ തന്നെയാണ് നമ്മളുടെ സൈന്യത്തെ കൊന്നു എന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി പൈസ തരികയും നിങ്ങളെ ഇവിടെ ഭാരതത്തിന്റെ ദേശവിരുദ്ധ ശക്തിയുടെ ജിഖുവായിട്ട് നിർത്തിയിരിക്കുന്ന വ്യക്തികളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് മിസ്റ്റർ വേണു പറഞ്ഞ കാര്യം നമ്മളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു, നമുക്ക് തിരിച്ചറിയാനും സാധിച്ചു. വേണു തന്റെ മാധ്യമം എന്ന് പറയുന്നത് മാതൃഭൂമിയാണെന്ന്, മാതൃഭൂമിയുടെ മുതലാളി എന്ന് പറയുന്നത് നിന്നെ പോലുള്ള തന്തയ്ക്ക് മുമ്പുണ്ടായ പന്ന മൈരന്മാരെ ഇന്നും അവിടെ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണെന്ന് എനിക്കറിയാം. എന്നെ പോലെ തന്നെ ഒരുപാട് മാധ്യമ പ്രവർത്തകർക്കും അറിയാം. എല്ലാ മാധ്യമ പ്രവർത്തകരും മോശക്കാരല്ല, നിന്നെ പോലെ രാജ്യസ്നേഹം ഇല്ലാത്തവരല്ല. നീ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ തന്തയില്ലായ്മയും വ്യക്തമായിട്ട് അറിയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നീ ഇന്നലെ പ്രസ്താവിച്ചത് ഇവിടത്തെ ISIS അതുപോലെ ഇവിടത്തെ IS മാത്രമല്ല, ISI എന്ന് പറയുന്ന പാകിസ്ഥാൻ ഇന്റലിജൻസിന്റെ ആൾക്കാർ പോലും കേരളത്തിൽ വന്ന് ചികിത്സ നേടിക്കൊണ്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ ഇവർക്ക് വരുമ്പോൾ എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും നമ്മുടെ ആൾക്കാർ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിന്നെ പോലെ തന്നെ സ്വന്തം അമ്മയും പെങ്ങളെയും കൂട്ടിക്കൊടുക്കുന്ന ഒരുപാട് ദേശദ്രോഹികളുടെ ആവാസ കേന്ദ്രമാണെന്ന് കേരളം. ഇവിടത്തെ ഇടതിനും വലതിനും ഒരു രീതിയിലും ഇവർക്ക് നേരെ വിരൽ ചൂണ്ടാൻ സാധിക്കുന്നില്ല. കാരണം അവന് വേണ്ടത് അവന്റെ പവറാണ്, അവന്റെ കസാരയാണ്. നിന്നെ പോലുള്ള നായന്റെ മക്കളെ സംരക്ഷിക്കുക എന്നുള്ളതും അല്ലെങ്കിൽ നിന്നെ പോലുള്ളവനെ താങ്ങി നിർത്തേണ്ടതും ഇവിടുത്തെ കുറെ ഊച്ചാളി രാഷ്ട്രീയ പ്രവർത്തകരുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. കാരണം അവനൊക്കെ ഛർദ്ദിച്ചു വെക്കുന്ന വൃത്തികേടുകൾ സമൂഹത്തിന്റെ മുന്നിൽ വിളമ്പണമെങ്കിൽ നിന്നെ പോലുള്ള തന്തയ്ക്ക് മുമ്പുണ്ടായ പന്നികൾ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. നീ ഒരു കാര്യം മനസ്സിലാക്കുക, നിന്നെ പോലെ ഉള്ള പരനാറികൾ എന്ത് പറഞ്ഞാലും അത് കേട്ട് മൗനം ഭജിക്കുന്ന
നിന്റെ മുന്നിൽ കുമ്പിട്ട് നിൽക്കുന്ന രാഷ്ട്രീയക്കാര് മാത്രമാണ് നീ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലാത്തവരും ഇവിടെ ഭാരതത്തിൽ ജീവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ദേശസ്നേഹം തുളുമ്പുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മുന്നിൽ ഇന്നല്ലെങ്കിൽ നാളെ നീ ചെന്നുപെടും എന്നെനിക്ക് ഉറപ്പുണ്ട്. അന്ന് അവര് നിനക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് അതിനുള്ള പരിഹാരം ചെയ്തിരിക്കും, അതിന് സംശയമില്ല. ഇത് പറയുന്നത് ഭദ്രാനന്ദാണ്. നിന്റെ ഏതെങ്കിലും മൂച്ചാളി നേതാക്കന്മാരുടെ അടുത്തുണ്ടെങ്കിൽ പറയാ ഭദ്രാനന്ദ് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് നീ പറയണം. പിന്നെ അതുപോലെ തന്നെ നീ പറഞ്ഞു, നീ ഇതിനു മുമ്പ് നീ കുറെ കാര്യങ്ങൾ സംസാരിച്ചു. നീ ഇങ്ങനെ ബലികുടീരങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ലാപ്ടോപ്പ് ഇട്ട് ഉണച്ചിട്ട് ഇത് സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന പോലെ അല്ല സൈന്യം ചെയ്യുന്നത്. നമ്മളെല്ലാവരും ഉറങ്ങുമ്പോൾ നമ്മുടെ അമ്മ പെങ്ങന്മാർക്കും നമ്മളുടെ എല്ലാവരുടെയും ജീവനും സ്വത്തിനുമൊക്കെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് മഴയും വെയിലും മഞ്ഞും ഒന്നും വകവയ്ക്കാതെ അതിർത്തികൾ കാക്കുന്ന അതല്ലെങ്കിൽ അതിർത്തികളിൽ നിൽക്കുന്ന നമ്മുടെ സൈന്യത്തെ അപമാനിച്ച നിന്നെ, അല്ലെങ്കിൽ ദേശവിരുദ്ധ ശക്തികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന നിന്നെ ഈ ഭൂമിയിൽ നിന്നും ഉന്മൂലനം ചെയ്തു കഴിഞ്ഞാൽ പോലും അത് അന്തസ്സായിട്ട് അഭിമാനത്തോടുകൂടി ഞാൻ അത് ചെയ്തു എന്ന് പറയാനുള്ള നട്ടലുള്ള ഒരുവനാണ്, പല ആൾക്കാരെയും പോലെ ഒരുവനാണ് ഞാനിവിടെ കേരളത്തിൽ ഇല്ലാതെ ആയിപ്പോയി. ഈ പറയുന്ന ഇടതുപക്ഷ ബുദ്ധിജീവിക്ക് പകരം ഞാനായിരുന്നു ആ വേദിയിൽ ഇരുന്നെങ്കിൽ നിനക്ക് നീ ജീവിതത്തിൽ എണീറ്റ് നടക്കാത്ത പണി ഞാൻ അവിടെ ചെയ്തേനെ. എടാ അഭിമാനത്തോടെ ചെയ്യുമായിരുന്നടാ. എടാ സന്ദീപിനെ പോലെ, സന്ദീപ് ജിയെ പോലെ, സന്ദീപ് ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തെ പോലെ, നിരഞ്ജൻ ജിയെ പോലെ ഒരുപാട് പേരുടെ ആത്മാവ് പൊള്ളുകയാണ് തന്തയില്ലാത്ത പന്ന മദർഫക്കറെ നിന്നെ പോലുള്ളവന്റെ സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ട്. നിനക്കറിയില്ല ഭാരതത്തിൽ എത്രമാത്രം ആൾക്കാർ. എന്റെ അപ്പം മരിച്ചിട്ട് പോലും ഞാൻ എന്റെ കണ്ണിന്ന് ഞാൻ ഒരു തുള്ളി പോയിട്ടില്ല, ഞാൻ കരഞ്ഞിട്ടില്ല. എന്റെ അപ്പം മരിച്ചിട്ട് ഞാൻ കരഞ്ഞിട്ടില്ല. മറിച്ച് ഇന്നലെ നിന്റെ സ്റ്റേറ്റ്മെന്റ് അത് കണ്ടപ്പോൾ വല്ലാണ്ട് പൊള്ളിപ്പോയി. നീ വിചാരിച്ചിരിക്കുകയാണ് എല്ലാവരും മിണ്ടാണ്ടിരിക്കുകയാണെന്നല്ലേ. ഇന്നലെ 10-11 മണിക്ക് ശേഷം എത്ര പേരാണെന്നറിയാമോ? നമ്മൾ ഇന്നലെ നിസ്സാര സമയം കൊണ്ടാണ് നമ്മൾ ക്യാമ്പയിനിങ് പ്ലാൻ ചെയ്തത്. നിന്റെ കോലം കത്തിച്ചോ? നിന്നെ കത്തിക്കാനും വലിയ പാടൊന്നുമില്ല. നിന്നെ പച്ചയ്ക്ക് കത്തിച്ചാൽ പോലും അഭിമാനത്തോടുകൂടി ജയിലിൽ കിടക്കാനുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ പ്രവർത്തിക്കാനുള്ള പിള്ളേര് കേരളത്തിലുണ്ട്. കൊന്ന് ചാക്കി കെട്ടിക്കൊണ്ട് കടലില് സ്രാവിന് കൊടുത്താൽ പോലും ഒരുത്തനും ചോദിക്കാൻ വരില്ല. കാരണം ഇന്ത്യൻ ആർമിക്ക് വേണ്ടി, നമ്മുടെ ഭാരതത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ പണയം വെക്കാൻ വേണ്ടിയിട്ടുള്ള പിള്ളേര് എനിക്ക് നേരിട്ടറിയാം. എന്റെ കുട്ടികളുണ്ട്. അതുപോലെ നീ കരുതുന്ന പോലെ നിന്റെ ചാനൽ പരിപാടി, നീ കുണച്ച പരിപാടി കാണിച്ചിട്ട് പന്നീന്റെ മോനെ നീ ചെന്നിട്ട് നിന്റെ കൂടെ സ്ഥിരം ഓരോ ചാനലുകളിൽ നിന്നും മാറി മാറി പോകുമ്പോൾ ഒരുത്തി കൂടെ വരുമുണ്ടല്ലോ, നിന്റെ ഒരു പരുത്തിക്കുരു. അവക്ക് എല്ലാവർക്കും അറിയാം നിന്റെ ഡിങ്കോൾഫിക്കേഷൻ, നിന്റെ വ്യഭിചാരം, നിന്റെ വൃത്തികേടുകൾ എല്ലാ മനുഷ്യർക്കും അറിയാം. നീ വിചാരിക്കരുത് നീ പുണ്യവാളനാണെന്ന്. അവൾക്ക് കുണച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്റെ മറ്റു സാധനങ്ങളിൽ നിന്റെ സെല്ലിലോയിഡ് അടിച്ചു പൊട്ടിച്ചളയും പിള്ളേര്. നിന്റെ ഉണ്ട ഊരിയെടുത്ത് ഇൻഡോ പാക് അതിർത്തിയിൽ കൊണ്ടുവച്ചിട്ട് ടേബിൾ ടെന്നീസ് കളിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള ചങ്കുറപ്പുള്ള കുട്ടികളുണ്ട് കേരളത്തില്, ഭാരതത്തിലുണ്ട്. നീ നമ്മുടെ മേജർ രവിജിയെ പോലുള്ള, അതായത് ശത്രു രാജ്യത്ത് കയറി ചെന്നിട്ട് പതറാത്ത ചങ്കുറപ്പായിട്ട്, പതറാത്ത ചങ്കും തളരാത്ത കരവുമായിട്ട് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ശത്രു രാജ്യത്തിൽ ചെന്ന് ശത്രുക്കളെ കൊന്നൊടുക്കിയ ആ മനുഷ്യനും കേരളത്തിലുണ്ട്. അവിടെ ഒന്നും ചെന്ന പുള്ളിയുടെ ഫ്രണ്ടിലൊന്നും ചെന്ന് ചാടരുത്, തുലച്ചുകളെയും പന്നീന്റെ പോലെ തന്നെ. നീ വിചാരിക്കുന്നത് നീ മാത്രമാണ് വലുതെന്നല്ലേ? എടാ ഉണ്ടടാ കേരളത്തിൽ ഒരുപാട്. നീ വിചാരിക്കുന്ന പോലെ ഇപ്പം മുതലക്കണ്ണീർ വീഴ്ത്തുന്ന സൗമ്യയുടെ കേസിലും മറ്റു മുതലക്കണ്ണീർ വീഴ്ത്തുന്നവര് മാത്രമല്ല കേരളത്തിലുള്ളത്. ഏതറ്റം വരെ ഞാൻ പോകും. ഇതായത് നിന്റെ മാതൃഭൂമി പത്രം, മുസ്ലിമുകളുടെ പ്രവാചകൻ മുഹമ്മദ് നബി, അദ്ദേഹത്തെ കുറിച്ച്, അവരുടെ പ്രവാചകനെ കുറിച്ച് മോശമായിട്ടുള്ള ഒരു പ്രചരണം നടത്തി എന്ന് ആരോപിച്ചുകൊണ്ട് അവർ നിനക്കൊക്കെ എതിരായിട്ട് സമരം ചെയ്തു. നീയൊക്കെ അവരുടെ കക്കൂസ് വരച്ചെന്ന് നക്കി തുടച്ച് അവർക്ക് വേണ്ടിയിട്ട് സല്യൂട്ട് അടിച്ചു ഇല്ലേ? അവർക്ക് വേണ്ടിയിട്ട് നീ എന്ത് വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞ് നീയൊക്കെ പറഞ്ഞു. കാരണം നിനക്കൊക്കെ പണമാണ് വരുന്നത്. പക്ഷെ അതുപോലെയല്ല. ഇന്ന് മുതൽ ഞാൻ പറയുന്നു, കേരളത്തിൽ ആത്മാഭിമാനമുള്ള ഭാരത സൈന്യത്തെ സ്നേഹിക്കുന്ന യഥാർത്ഥ ഹിന്ദുക്കൾ നിന്റെ ഒന്നും പത്രവും നിന്റെ ഒന്നും ചാനലും കാണില്ല. കാരണം
അത് മാത്രമല്ല, എന്റെ ബഹുമാനപ്പെട്ട കേരള സമൂഹത്തോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ അയൽവക്കം മാതൃഭൂമിയാണ് വരുത്തുന്നതെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക അവൻ ദേശവിരുദ്ധ ശക്തിയുടെ ഭാഗമാണെന്ന്. കാരണം നമ്മൾ വരുത്തുന്ന ഓരോ പത്രത്തിന്റെ പൈസയും ഈ വേണുവിനെ പോലുള്ള ആൾക്ക് ശമ്പളമായിട്ട് മാതൃഭൂമി കൊടുക്കുകയാണെന്ന് മനസ്സിലാക്കുക. ഇവനെ ആദ്യം തകർക്കേണ്ടത് ഇവന്റെ വരുമാന സ്രോതസ്സാണ്. ഇവനെ മാതൃഭൂമി പുറത്താക്കാത്തിടത്തോളം കാലം മാതൃഭൂമി എന്ന് പറയുന്ന സാധനം ദേശവിരുദ്ധ ശക്തിയുടെ സ്വന്തം ആളാണെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. അങ്ങനെ തന്നെയാണ്. എനിക്ക് വ്യക്തമായ പല കാര്യങ്ങളും തെളിവുണ്ട്. പെണ്ണ് കൂട്ടിക്കൊടുക്കാത്തതിന് സ്വന്തം, അതായത് ബോൾഗാട്ടി പാലസിൽ വെച്ചിട്ട് സ്വന്തം പാർട്ടിയുടെ തന്നെ അണിയെ, അതായത് മുൻ മന്ത്രിയുടെ മകനെ ചവിട്ടിക്കൊന്നവനാണ്. മന്ത്രിയുടെ മകനെ ചവിട്ടിക്കൊന്നവനാണ് ഈ പറയുന്ന വേണുവിന്റെ ബോസ്. ഒരേ സമയത്ത് രണ്ട് ചെറിയ പെണ്ണുങ്ങളുമായിട്ട് കിടക്കുന്ന ആ പലനാറി, ഈ ലൈംഗിക ഉത്തേജനം മരുന്നും കഴിച്ച് കിടക്കുന്ന ആ അലവരാതിയെ പോലുള്ളവനെ ഈ വേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ കാണുള്ളൂ. യഥാർത്ഥ കേരളീയൻ കാണില്ല. ഞാൻ വരുന്നുണ്ട് കേരളത്തിൽ. നിന്നെ തോക്കും വാളും വെച്ചൊന്നും അല്ല നിനക്കുള്ള പണി ഞാൻ തരാൻ പോകും. ഇത് ഭദ്രാനന്ദന്റെ വാക്കാണ്. എന്റെ സൈന്യത്തിന് വേണ്ടി, എന്റെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഞാൻ ചെയ്തിരിക്കും. അതുപോലെ എന്റെ സഹോദരങ്ങളും ചെയ്തിരിക്കും. പഴയതുപോലല്ല. കേരളത്തിലെ ജനം പ്രതികരിച്ചു തുടങ്ങി എന്നുള്ളത് സമീപ ദിവസങ്ങളിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും നിനക്ക് മനസ്സിലാക്കാം. അതുപോലെ നീ കാത്തിരുന്നു എല്ലാത്തിനും.